ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നൂർ ശരിയായ ഒരു സ്ത്രീ പഠിക്കുകയും അത് ശരിയായി ഉൾക്കൊള്ളുകയും ചെയ്താൽ ആ സ്ത്രീക്ക് ജീവിതത്തിൽ നല്ല ബറക്കത്തുണ്ടാവുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തുൻ നൂറിൽ 2, 3, 4 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ ഈ സംഭവം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വ്യഭിചാര ആരോപണവും വ്യഭിചരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയും വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷയും ഒക്കെ സൂറത്തുൻ നൂറിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ സംഭവം വിശദീകരിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പേരുണ്ട്. ഏതാ പേര്? ആ പേരാണ് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞോ അവിടുന്ന് അനുസരിക്കുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖൈറുൻ നിസാഇ, ആരാണ് ഏറ്റവും നല്ല സ്ത്രീ, ആരാണ് ഏറ്റവും നല്ല സ്ത്രീ? ഞാൻ പറഞ്ഞ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ റളിയല്ലാഹു അൻഹാ തങ്ങളോട് ചോദിച്ചപ്പോൾ ഗ്ലാമർ വെക്കാൻ വഴിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ് പറയാം അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഗ്ലാമർ ഉണ്ടാവല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ? ഇപ്പൊ വേണോ? നല്ല 26 മരുന്ന് ഇസ്ലാം പണ്ഡിതന്മാര് ബ്യൂട്ടി പാർലറിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ അങ്ങനെ കിതാബ് തന്നെ ഉണ്ട്. ബ്യൂട്ടി പാർലറെ കുറിച്ച് മാത്രം പറയണ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയെന്നല്ല കേട്ടോ, അടിപൊളി ബ്യൂട്ടി പാർലർ. നല്ല അലോവരി ഇല്ലേ? അലോവരി പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും മലയാളത്തിൽ പെട്ടെന്ന് പേരിട്ടുന്നില്ല. ഒരു ഇല ഉണ്ടല്ലോ അലോവരി, എന്താണ് അതിന് മലയാളത്തിൽ പറയാതെ കിട്ടുന്നില്ല. കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചാൽ നല്ല രാത്രി കിടക്കുന്ന സമയത്ത് ഉപയോഗിച്ച് പകൽ സമയത്ത് ഉറങ്ങി എണീറ്റതിന് ശേഷം അത് നന്നായി കഴുകിക്കളഞ്ഞാൽ ഗ്ലാമർ വെക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് ഒരു പ്രീമേരിറ്റൽ കൗൺസിലിൽ ഒരാള് ഗ്ലാമർ വെക്കാനുള്ള വഴികൾ പറയുന്നുണ്ട്. അതിലൊന്നാമതായി അയാൾ പറയുകയാണ് അലോവരി, ഈ കറ്റാർവാഴ. അദ്ദേഹം പറയാം, ഇത് എവിടുന്ന് പഠിച്ചു? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിലുള്ള സംഭവമാണ്. സർവ്വ സൈക്കോളജിയും കട്ടെടുത്തത് ഇമാം ഗസാലിയുടെ ഇഹ്യയിൽ നിന്നാണ്.